കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരുപാട് നന്ദിയുണ്ട് സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്. സാറല്ല, രാഘവേട്ടൻ. ശരി, രാഘവേട്ടൻ. അല്ല, വന്ന കാര്യം പറഞ്ഞില്ല ശാരദ ഇതുവരെ. അത് ചെറുക്കനെയും പെണ്ണിനെയും വീട്ടിൽ വിരുന്നിന് വിളിക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതിനുവേണ്ടിയാ ഞങ്ങൾ വന്നത്. ഓ, അതിനെന്താ, രണ്ടുപേരെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകാലോ, അല്ലേ ഭാമേ? എന്നോട് അഭിപ്രായം ചോദിക്കുന്ന എന്തിനാ? പോകേണ്ടവർക്ക് പോകാം, അത്ര തന്നെ. ഭാമേ, കൊണ്ടുപോയിക്കോട്ടെ എന്നല്ലേ പറഞ്ഞത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സുസ്മിതേ, വാ നമുക്ക് പോകാം. നിന്റെ ബാഗോ വസ്ത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം എടുത്തോണ്ട് വാ. പെട്ടെന്ന് ഇറങ്ങണം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. അയ്യോ, എന്തു പറ്റി സാറല്ലേ പെട്ടെന്നിങ്ങനെ? പെട്ടെന്നൊന്നും അല്ല, എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടോ നിനക്ക്? ചെറുപ്പം മുതല് എന്റെ മോൾ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വിഷ്ണുവിനെ ആയിരുന്നു. അവനോടൊപ്പം ഒരായുസ് മുഴുവൻ ജീവിതം പങ്കിടാമെന്ന് മോഹിച്ചു ഇവള്. അവൾ അതൊരു കല്യാണാലോചനയായി അവതരിപ്പിച്ചപ്പോ ആരും എതിർത്തൊരു വാക്കുപോലും പറഞ്ഞില്ല. പറഞ്ഞില്ലെന്ന് മാത്രമല്ല, നീ എനിക്ക് വാക്കും തന്നു. അമ്മ പറയുന്നതിനപ്പുറം വിഷ്ണുവിനില്ല എന്ന്. അമ്മയുടെ പേര് നെഞ്ചിലല്ല, ഹൃദയത്തിൽ പതിപ്പിച്ചവനാ എന്റെ മോനെന്ന്. എന്താ, ശരിയല്ലേ? ശരിയാണ്. അവളുടെ ഉള്ളിൽ വിഷ്ണുവിനോടുള്ളൊരു മോഹം വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളവും വളവും ഇട്ടുകൊടുത്തത് നീയും ഞാനും ഇവിടെയുള്ള എല്ലാവരും കൂടിയാ. ആ മോഹത്തിന്റെ പേരില എന്റെ മകള് കതിർ മണ്ഡപം വരെ എത്തിയത്. പിന്നീട് അവിടുന്ന് ഇറങ്ങി ഓടി വിഷം കഴിച്ച് ജീവൻ ഒടുക്കാൻ ഇവൾ ശ്രമിക്കണമെങ്കിൽ ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഊഹിക്കാമല്ലോ നിങ്ങൾക്കൊക്കെ. ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് സാറേ, പക്ഷേ ഇല്ല രാഘവേട്ട, നിങ്ങൾക്കൊന്നും പൂർണ്ണമായിട്ടത് മനസ്സിലായിട്ടില്ല. കാരണം ഭാമ പ്രസവിച്ച മകൾക്ക് അങ്ങനൊരവസ്ഥ വന്നിട്ടില്ല. കൂടാതെ കതിർ മണ്ഡപത്തിൽ ബന്ധുക്കളും നാട്ടുകാരും നോക്കി നിൽക്കെയുള്ള അപമാനവും അവഹേളനവും, അതിന് പിന്നാലെ പറഞ്ഞു ചിരിക്കാൻ ഒരു ആത്മഹത്യാ ശ്രമം വേറെ. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരമ്മയുടെ നെഞ്ച് എത്രയാ പിടയ്ക്കുന്നതെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് സത്യം. സരളെ, പ്ലീസ്, അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് നീ പറഞ്ഞു വരുന്നേ? ആ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ഇവളെ ഞാൻ എന്റെ ഒപ്പമല്ല, നിന്റെ ഒപ്പം ഇവളെ പറഞ്ഞയക്കുകയായിരുന്നു നീ ആവശ്യപ്പെട്ടിട്ട്. അന്ന് നീ പറഞ്ഞത് എന്തായിരുന്നു? നിന്റെ മകളെ പോലെ പ്രധാനമാണ് നിനക്ക് സുസ്മിതയെന്ന്. നിന്റെ മകനേക്കാൾ കേമനായ ഒരുത്തനെ കൊണ്ട് ഇവളുടെ കല്യാണം നടത്തുമെന്ന്. അയ്യോ, അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല സരളെ. വ്യത്യാസമില്ലെന്ന് നീ പറയും, പക്ഷേ ഞാൻ കാണുന്നത് നേരെ മറിച്ചാ. എന്റെ മകൾ ഇവിടെ മംഗല്യഭാഗ്യമില്ലാതെ നിൽക്കുമ്പോ അവളെ മോഹിപ്പിക്കുകയും ഭ്രമിപ്പിക്കുകയും ചെയ്തവർക്ക് വിരുന്നും മാട്ടവും കൂത്തും ഒക്കെ നടത്തുന്നു. സൽക്കാരങ്ങൾക്ക് പറഞ്ഞു വിടുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും ഒരു ദുരന്തം പോലെ എന്റെ മകളും. ഇനി അത് മതി. എന്താടി പറഞ്ഞത് കേട്ടില്ലേ? എന്താ എടുക്കാനുള്ളെന്ന് വെച്ചാൽ എടുത്തോണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ. ഒന്നും എടുക്കാനില്ലമ്മ. ശരി, എന്നാ ഇറങ്ങി വാ ഇങ്ങോട്ട്. സരളെ, ഞാൻ പറയുന്നതൊന്നും കേൾക്ക്. ഇനി ഒന്നും പറയാനും കേൾക്കാനും ഇല്ല ഭാമേ. എല്ലാം കഴിഞ്ഞു, എല്ലാം. ഒരു മിനിറ്റ്. എന്റെയും ഭർത്താവിന്റെയും സൽക്കാരങ്ങളാണ് പ്രശ്നമെങ്കിൽ അതിവിടെ അവസാനിക്കുകയാണ്. സുസ്മിതയുടെ വിവാഹം കഴിയുന്നത് വരെ
ശാലിനിയുടെ ജീവിതത്തിൽ ഇനി ഒരു ചടങ്ങും ഉണ്ടാവില്ല. ഇത് ശാലിനിയുടെ വാക്കാ, വിശ്വസിക്കാം. സരളെ, നീ എന്നെ വിശ്വസിക്കേ. ദേ, ഇവൾക്ക് ദോഷം ഉണ്ടാവുന്നത് ഒന്നും ഞാൻ ചെയ്യില്ല. മകളെ പോലെയല്ല, മകള് തന്നെ എനിക്ക് സുസ്മിത എന്നും. അമ്മ വിശ്വസിച്ചോളൂ. എനിക്ക് ആന്റി ഉണ്ട് കൂട്ടിന്. ആന്റി എന്നെ ചതിക്കില്ലെന്ന് ഉറപ്പാ. അതെ, സരള വാ, നമുക്കെന്തെങ്കിലും കഴിച്ചോണ്ട് സംസാരിക്കാം. വാ, വാടി. പ്രീതി, നീയും വാ. അമ്മ പൊക്കോ, ഞാനും ഭർത്താവും വരില്ല വിരുന്നുണ്ണാൻ. മോളെ, പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ലമ്മേ. ആരുടെ നിർബന്ധം കൊണ്ടല്ല, ഇത് ഞാൻ തന്നെ എടുത്ത തീരുമാന. അമ്മ കണ്ടതല്ലേ. ശരി ശരി മോളെ, എന്നാ ഞങ്ങൾ ഇറങ്ങാം. കൂടുതലൊന്നും പറയാനില്ല. പോയിട്ട് വരാം സാർ. അമ്മ എന്താ ആലോചിക്കുന്നേ? അല്ല, ഈ സുസ്മിതയുടെ കല്യാണം കഴിയുന്നത് വരെ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും ജീവിതത്തിൽ ചടങ്ങുകളൊന്നും ഉണ്ടാവില്ലെന്ന് പറയുമ്പോഴേ അവര് തമ്മിൽ ദാമ്പത്യ ബന്ധം ഉണ്ടാവില്ലെന്നല്ലേ മോളെ അതിനർത്ഥം? സത്യഭാമയുടെ തീരുമാനത്തിന് ശാലിനി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇവൾ ഇത്രയ്ക്കൊരു പൊട്ടി പെണ്ണാണോ എന്നാണ് ആലോചിക്കുന്നത്. അയ്യോ, ഞാൻ മനഃപൂർവ്വം ലേറ്റ് ആവുന്നതാണോ രാജേശ്വരി? കാറിന്റെ ടയർ പഞ്ചറായെന്ന് പറഞ്ഞില്ലേ? അത് മാറ്റിയിടാതെ എനിക്ക് തലേ ചുവന്നോണ്ട് വരാൻ പറ്റൂ? നിനക്ക് പാർലറിൽ പോണോന്ന് പറഞ്ഞാ അതിനും കാറ് വേണ്ടേ? ദേ ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങ് എത്തിക്കോളാം. ഇനി വിളി വേണ്ട. അല്ല പിന്നെ ഇനി ശാലിനിയും വിഷ്ണുവേട്ടനും സന്തോഷകരമായ ജീവിതം നയിക്കാൻ തീരുമാനിച്ചാൽ തന്നെ സത്യഭാമയോ സുസ്മിതയോ അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. സുസ്മിതയെ വീട്ടിൽ വിടാതെ സത്യഭാമ അവിടെ തന്നെ നിർത്തിയിരിക്കുന്നതും അതിനു വേണ്ടിട്ടാ. സുസ്മിത വിഷ്ണുവേട്ടനോടും ശാലിനിയോടും പക വീട്ടൊന്നും ഉറപ്പാ. അവർക്കൊരു നല്ല ജീവിതം കിട്ടാതിരിക്കാൻ വേണ്ടി വന്ന അവൾ ഈ ജന്മം തന്നെ വിവാഹം വേണ്ടെന്ന് വെക്കാനും മതി. എന്റെ കുഞ്ഞ് അവിടെ കിടന്ന് എന്തുമാത്രം കഷ്ടപ്പാടും അപമാനവും സഹിക്കുന്നുണ്ടെന്ന് ഓർക്കുമ്പോഴാ കയ്യും കെട്ടി നോക്കി നിൽക്കാന്നല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അവൾക്ക് ദേവി തന്നെ തുണയാവട്ടെ, അല്ലാതെ എന്തു പറയാനാ. എത്ര നേരം നടക്കുന്നു? ഇന്നെന്താ സമരം മറ്റാണോ?
ഓട്ടോറിക്ഷ ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ ഗോപാലട്ടൻ, ഗോപാലട്ടാ, അച്ഛാ. പ്രീതി, പ്രീതി, എന്താ അമ്മേ? ഒന്നിങ്ങ് വന്നേ. അതാ വരുന്നു. എന്നാലും അത് എവിടെ പോയി? എന്താ അമ്മേ? ആ, അച്ഛന് വേണ്ടി വിഷ്ണു വൈദ്യശാലയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കുഴമ്പ് ഇവിടെ കാണുന്നില്ല. എവിടെയാ അമ്മ വച്ചിരുന്നേ? ആ, ഇവിടുത്തെ കബോർഡിനുള്ളില്ല. പക്ഷെ കബോർഡ് മുഴുവൻ തെരഞ്ഞിട്ടും കാണുന്നില്ല. അമ്മ ചിലപ്പോ വച്ച സ്ഥലം മറന്നുപോയിട്ടുണ്ടാവും. നന്നിട്ട് നോർത്ത് നോക്കിയേ. ഏയ് പ്രീതി, ഇങ്ങനെ ആന്റിയെ വെറുതെ വില കുറച്ച് കാണരുത്. ആന്റിയുടെ ബുദ്ധി എപ്പോഴും നല്ല ഷാർപ്പാ. മുഖത്തിരിക്കുന്ന കണ്ണട സ്വയം മറന്ന് അലമാരിയിൽ തിരയുന്ന ആളല്ല ആന്റി. ഹലോ, കൂടുതൽ പറഞ്ഞു കയറല്ലേ. ഞാൻ അമ്മ വില കുറച്ച് കണ്ടതൊന്നും അല്ല. മനുഷ്യനെ ജനിച്ച ഏതൊരാൾക്കും മറവിയൊക്കെ വരും. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ അല്ല, അത് മതി മതി മതി, രണ്ടാളും വഴക്കിടണ്ട. ഞാൻ നോക്കട്ടെ മറ്റെവിടെയെങ്കിലും ആണോ വെച്ചേന്ന്. വാ. എന്തിനാ മോളെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഇതൊക്കെ പിള്ളച്ചേട്ടൻ ചെയ്തു തരുമായിരുന്നല്ലോ. ഇതൊന്നുമേ ജോലിക്കാരല്ല അച്ഛ ചെയ്യേണ്ടത്. നമ്മളോട് കൂറും അടുപ്പവും ഉള്ളവരാ. അസുഖം വേഗം ഭേദമാകാനുള്ള മരുന്നിലെ പ്രധാന ചേരുവേ ആത്മബന്ധ. ജോലിക്കാര് ചെയ്യുമ്പോ അത് ജോലിയുടെ ഒരു ഭാഗം മാത്രമായിട്ടേ അവർ കാണുന്നുള്ളൂ. വിറക് കീറുന്നത് പോലെയോ കണക്കെഴുതുന്നത് പോലെയോ ശമ്പളം കിട്ടേണ്ട ഒരു ജോലി മാത്രം. അതിലെവിടെയാ ആത്മബന്ധം ഉള്ളത്? യു സോറി, ഞാൻ പറയുന്നത് അധിക പ്രസംഗമായിട്ട് തോന്നുന്നില്ലല്ലോ അച്ഛന്? ഏയ് ഒരിക്കലും ഇല്ല. നിന്നിൽ നിന്ന് പുതിയത് പലതും പഠിക്കുകയാ ഈ അച്ഛനിപ്പോ. ഏയ് അങ്ങനൊന്നും പറയല്ലേ. അച്ഛനമ്മമാരെ പരിചരിച്ച പുണ്യം കിട്ടുമെന്നാ പറയുന്നത്.
അമ്മയുടെ കാര്യം ശരിയായി. സമയാസമയങ്ങളില് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അച്ഛന്റെ കാല് തടവാനൊന്നും എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. തടവാൻ ചെന്നപ്പോഴൊക്കെ കാല് നീട്ടി ചവിട്ടിയിട്ടേ ഉള്ളൂ എന്നെ. നിന്റെ ഒരു ജീവിതം ഓർക്കുമ്പോ കണ്ണു നിറയും മോളെ. നീ തന്നെ സൂചിപ്പിച്ചതുപോലെ മകളുമായുള്ള ആത്മബന്ധമാ ഒരച്ഛന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അത് വേണ്ടാന്ന് വെച്ച ഗോപാലകൃഷ്ണൻ ഒരു വിഡ്ഢിയാണെന്നേ ഞാൻ പറയൂ. അച്ഛൻ മാല വാങ്ങിത്തന്നു, പുതിയ ഉടുപ്പ് വാങ്ങിത്തന്നു, ടൂറിന് കൊണ്ടുപോയി എന്നൊക്കെ കൂട്ടുകാരികൾ പറയുമ്പോ ആദ്യമൊക്കെ ഒരു വിഷമം തോന്നിയിരുന്നു. പിന്നെ അതങ്ങ് ശീലമായി. അച്ഛനില്ല അച്ഛനില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അതാ പിന്നീട് വളർന്നപ്പോ സഹായമായത്. ഗോപാലകൃഷ്ണൻ നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നൊരു ദിവസം വരും മോളെ. അന്ന് അയാൾ താൻ നഷ്ടപ്പെടുത്തിയെല്ലാം ഓർത്ത് കരയും. എനിക്കത് തീർച്ചയാ. ഡോക്ടർ, എന്തു പറ്റിയതാ? കാറിടിച്ചതാ ഡോക്ടർ, രക്ഷിക്കണം. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഈശ്വരൻ, ഗോപാലേട്ടനൊന്നും സംഭവിക്കരുത്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയ ഈ ജന്മം മുഴുവൻ ആ പശ്ചാത്താപത്തിന്റെ തീയിലുരുകേണ്ടി വരും ഞാൻ. നാളിത്രയും പൂജിച്ച താലി ഞാൻ തന്നെ അറുത്തു മാറ്റേണ്ടി വരൂ ഈശ്വര.